ഇനി വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ടി അനീസ് അലി കൂടി വിവരങ്ങൾ നൽകും. അനീസ് അലി, ഏറ്റവും ഒടുവിലായി വന്നത് അപരന്മാരുടെ ശല്യം, അതിനെ മറികടക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ ശ്രമം, പിന്നീട് വന്ന ചിഹ്ന പ്രതിസന്ധി. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ് വടക്കൻ കേരളത്തിലും സ്ഥാനാർത്ഥികൾ. തീർച്ചയായും ജിൽസി, തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ മന്ത്രി AK ശശീന്ദ്രന്റെ അടുത്തായിരുന്നു ഇന്നലെ ഈ സമയത്ത് 7:30 ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. വെച്ചാൽ ഇത് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് മാത്രമല്ല, അന്തരീക്ഷത്തിലും വലിയ ചൂടുണ്ട്. ഈ സമയത്ത് തന്നെയും നല്ല ചൂടായിട്ടുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് ഏറ്റവും ശക്തമാവാൻ പോകുന്നത് പാലക്കാടാണ്. പാലക്കാട് അന്തരീക്ഷത്തിലെ ചൂടും കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് നിരവധി പരിപാടികളുണ്ട്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടികൾ എന്ന് പറയുന്നത് അവിടെ പാർട്ടി വിട്ടിട്ടുള്ള PK ശശി, അതുപോലെ തന്നെ നേരത്തെ VS അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന A സുരേഷ്, ഇവർ രണ്ടുപേരും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടി മുഖ്യമന്ത്രിക്ക് ഇന്ന് പരിപാടിയുണ്ട് എന്നാണ്. അതായത് CPMൻ്റെ കേഡർ പാർട്ടി സെറ്റപ്പിൻ്റെ സംഘടനാ രൂപത്തിൻ്റെ യഥാർത്ഥ പ്രതിരൂപം എന്ന രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹം സംഘടനാ വിരുദ്ധമായ ഒരു കാര്യവും ഒരു നിലക്കും വെച്ച് ഉറപ്പിക്കാറില്ല. അതിശക്തമായ രൂക്ഷമായ പാർട്ടിയാണ് ശരി, അതിനപ്പുറത്തുള്ള ഒക്കെ തെറ്റ് എന്ന നിലപാട് നമുക്ക് TP ചന്ദ്രശേഖരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. എന്തായാലും അദ്ദേഹം ഇന്ന് ഇവിടെ എത്തുന്നു. 2 കുലം കുത്തികൾ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ 2 പേർ ഇന്ന് അവിടെ പാലക്കാട് മത്സര രംഗത്തുണ്ട്. അവർ 2 പേരുടെ മത്സര രംഗത്തുള്ള മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉറ്റുനോക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും പിണറായി വിജയൻ്റെ പ്രതികരണം എന്ന കാര്യത്തിൽ എല്ലാവരും അത് ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ മറ്റ് പല പരിപാടികളും മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. നമുക്കറിയാം, ഡീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ CPM മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരു ദിവസം തന്നെ 2-3 തവണ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരു ഇഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെയാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ രംഗത്ത് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ജിൽസി പറഞ്ഞ പോലെ തന്നെ 12 ദിവസം, കൃത്യമായി പറഞ്ഞ 12ാമത്തെ ദിവസം കേരളം ബൂത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രചരണ ചൂടിലാണ് മുന്നണികളെല്ലാം തന്നെയുള്ളത്. കോഴിക്കോടേക്ക് ജിൽസി പറഞ്ഞ പോലെ ചിഹ്നം ഒരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ട്, അഹമ്മദ് ദേവർകോവിൽ മത്സരിക്കുന്ന കോഴിക്കോട് സൗത്തിൽ ഇപ്പോഴും ആ മണ്ഡലത്തിലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചുവരുകളിൽ അഹമ്മദ് ദേവർകോവിലിന് വോട്ട് ചെയ്യുക, ഗ്ലാസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നാണ്. ഗ്ലാസ് ചിഹ്നം ചുവരുകളിലൊക്കെ നിറഞ്ഞു കിടക്കുമ്പോഴും പ്രവർത്തകർ വോട്ട് ചോദിക്കുന്നത് ബക്കറ്റിലാണ്. അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ പ്രവർത്തകരും ബക്കറ്റിൽ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പോസ്റ്ററുകളും ചുമരുകളും ഒക്കെ ഗ്ലാസ്സിൽ വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തായാലും അത് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഗ്ലാസ് ലഭിക്കുമെന്ന് പ്രതീക്ഷയിൽ ചുമര് മുഴുവൻ ഗ്ലാസ് ആക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലിൻ്റെ മാത്രമല്ല, KK രമ മത്സരിക്കുന്നിടത്ത് അവർ ഫുട്ബോളായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. മറ്റൊരു ചിഹ്നമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. മന്ത്രി AK ശശീന്ദ്രൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അപരൻ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അപരനായി മത്സരിക്കുന്ന PK ശശീന്ദ്രൻ ഉണ്ട്. AK ശശീന്ദ്രനാണ് മന്ത്രി, അദ്ദേഹം മത്സരിക്കുന്ന PK ശശീന്ദ്രൻ, അദ്ദേഹത്തിന് ചിഹ്നമായി ലഭിച്ചിരിക്കുന്നത് ക്ലോക്കാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലോക്ക് ഇത്രകാലം ഉപയോഗിച്ചിരുന്നത് മന്ത്രി ശശീന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ആ ചിഹ്നം ലഭിച്ചിട്ടില്ല. പാർട്ടിയിലുള്ള പിളർപ്പുമായി ബന്ധപ്പെട്ട് ആ ചിഹ്നം മറ്റൊരാൾക്ക് പോയിരിക്കുകയാണ്. എന്തായാലും PK ശശീന്ദ്രൻ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ AK ശശീന്ദ്രൻ ഇതുവരെ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത് വലിയ വെല്ലുവിളിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് വലിയ അതിശക്തമായി ഈ സമയത്ത് തന്നെ മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്, സജീവമാണ്. ഇന്നിപ്പോൾ പാലക്കാടാണ് മലബാർ മേഖലയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രദേശം.